ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് റീഡിംഗ് എന്താണെന്നും ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്, ദ ടവർ ആണ്, ദ വേൾഡ്, ദ ഹെർമിറ്റ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സഡൻ ചേഞ്ച് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം വിഷമിച്ച് കഷ്ടാവസ്ഥയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുടെ കുറേയധികം എനർജികളാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ തലകീഴായി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശപ്പെട്ടൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സഡൻ ചേഞ്ചിൻ്റെ ആ ഒരു മാറ്റം നിങ്ങളിൽ വരാൻ പോകുകയാണ്. ഇപ്പോൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണം, നിങ്ങൾക്കൊരു പവർ, നിങ്ങൾക്ക് ഡിവൈൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കരുതലും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവിധ ശക്തികളുടെയും പിന്തുണയും എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുകയാണ്. കാരണം നിങ്ങളൊരു ആത്മീയതയുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ മുറുക്കെ വിശ്വസിച്ച് എല്ലാ കാര്യത്തിലും നമ്മൾ ഈശ്വരവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കഷ്ടപ്പാടും നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളാൽ വന്ന പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്ത് വിഷയം നമ്മൾ ഈശ്വരനിലേക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റി എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ലൈഫിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റി വരാൻ പോകുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും വരാൻ പോകുന്നു. നിങ്ങൾ എന്തിൻ്റെയൊക്കെ പേരിലാണ് നിങ്ങൾ ലൈഫിൽ എന്തെല്ലാം പ്രഷറുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്, എന്തെല്ലാം ടെൻഷനുകൾ, നമ്മളാൽ അല്ലാത്ത കുറേ പ്രശ്നങ്ങളും എല്ലാം നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വിളി കേട്ട ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മകളും തരാൻ പോകുന്നു. യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നു. യൂണിവേഴ്സിൻ്റെ പവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിച്ച ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം വരാൻ പോകുന്നു. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വിഷമിച്ച് നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം മാറാൻ പോകുന്നു, മാറ്റം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റി എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. സെലിബ്രേഷൻ മൂഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് വളരെ സക്സസ് ആണ്. സെലിബ്രേഷൻ മൂഡാണ്. എല്ലായ്പ്പോഴും ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ലൈഫിലേക്ക് തന്നെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലുണ്ടായ ഉടച്ചിലൊക്കെ മാറി ചിലപ്പോൾ ഈ റീയൂണിയന് സാധ്യതയുണ്ട്, റീസ്റ്റാർട്ടിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ട്രോങ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു വ്യക്തിയുടെ കടന്നുവരവുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ഇഷ്യൂസിന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും നിങ്ങളെ കരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കടന്നുവരവ് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സക്സസ് ആയിട്ട് നടക്കാൻ പോകുന്നു. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം സക്സസ് ഉണ്ടാകാൻ പോകുന്നു. നമ്മളെ മനസ്സിലാക്കാതെ പോയ വ്യക്തികളെല്ലാം നമ്മളെ മനസ്സിലാക്കി തിരിച്ചു വരുന്നു. നിങ്ങളുടെ മൂലമല്ല ആ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുള്ള മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നു. റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് എന്ത് വിഷയത്തിലാണ് നിങ്ങളൊരു വിഷമാവസ്ഥയിൽ നിൽക്കുന്നത്, അതിന് നിങ്ങൾ എന്തെല്ലാം കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ, അതിൻ്റെ പേര് നിങ്ങൾ ദൈവത്തോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം നിങ്ങളാണ് ശരി, നിങ്ങളാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ രീതികളും നിങ്ങളുടെ ക്യാരക്ടറും എല്ലാമാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നു. ഫാമിലി ലൈഫിലാണെങ്കിൽ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ തമ്മിലുള്ള റിലേഷനിലുണ്ടായ പ്രശ്നങ്ങൾ, അതിൻ്റെ മൂലം ഭാര്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഹസ്ബൻഡ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കാം. കാരണം നിങ്ങളെ ചുറ്റിപ്പറ്റി എല്ലാം വരാൻ പോകുന്നു. നിങ്ങളിലേക്ക് എല്ലാം സംഭവിക്കാം. ദ വേൾഡ് എന്ന കാർഡ് വന്നുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എല്ലാം സംഭവിക്കാൻ പോകുന്നു. എല്ലാ കാര്യവും നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ജീവിതം എപ്പോഴും നല്ല സക്സസ് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുടെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾ ദുഃഖവും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരുന്നത്, ആ വിഷയങ്ങളെല്ലാം മാറി നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നു. വീഡിയോ കാണുന്നവർ വീഡിയോയിലെ പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്തെടുക്കുക. ഇത് എന്ന് നിങ്ങളിലേക്ക് വരുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയിട്ട് തുടങ്ങും. അതുകൊണ്ട് നെഗറ്റിവിറ്റിനെയൊക്കെ വിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കമൻറ്റിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെയോ താങ്ക് യു യൂണിവേഴ്സ് എന്നോ
അതിനോടൊപ്പം നിങ്ങളുടെ കാര്യം നടന്നു എന്ന് പറഞ്ഞ് ഏത് കാര്യമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നു എന്ന് പറഞ്ഞൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിശദമായ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ റീഡിംഗ് എന്ന മെസ്സേജ് ഇട്ടാൽ വിശദമായ പേഴ്സണൽ റീഡിംഗ് എടുത്ത് തരുന്നതായിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക, സക്സസ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.